ഹായ് ഫ്രണ്ട്സ്, ടെക്നിക്കൽ വോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു സർക്യൂട്ടിനനുസരിച്ച് കപ്പാസിറ്ററുകൾ ചൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ഡെമോ ആയിട്ട് ഒരു 3-4 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3300 മൈക്രോ ഫാരഡിൻ്റെയാണ് നേരത്തെ എടുത്ത കപ്പാസിറ്റർ. ഇതൊരു 220 മൈക്രോ ഫാരഡ് 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. ഇതൊരു 100 വാട്ട് 100 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അതുപോലെ ഇത് ഒരു 25 വോൾട്ട് ഒരു 100 മൈക്രോ ഫാരഡിൻ്റെ മറ്റൊരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററുകൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സർക്യൂട്ടിനനുസരിച്ച് ചൂസ് ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ വീഡിയോയിൽ വരച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് 12 വോൾട്ട് AC മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ട്രാൻസ്ഫോമറിൻ്റെ സിമ്പലോ കാര്യങ്ങളോ ഒന്നും ഞാൻ വരച്ചിട്ടില്ല. അത് നേരെ ബ്രിഡ്ജ് റെക്റ്റിഫയറിലേക്ക് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കണക്ഷൻസ് ഇതിൻ്റെ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്റ്റിഫയറാണ് വരച്ചിരിക്കുന്നത്. 4 ഡയോഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മൾ DC ആക്കിയിട്ട് അവിടെ കപ്പാസിറ്റർ നമ്മൾ ഫിൽറ്ററിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് കണക്ഷൻ, അതായത് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. അത് പക്ഷേ പല സമയങ്ങളിലും വ്യത്യാസം വരാം. ചിലപ്പോൾ 230 വോൾട്ട് നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് വോൾട്ടേജ് കൂടിയ സമയങ്ങളുണ്ടാവും. അതായത് രാത്രി അല്ല ഒരു 10 മണി 12 മണിക്ക് ആ സമയങ്ങൾ 12 മണിക്കൊക്കെ ശേഷം ഒരു 250 വോൾട്ട് കിട്ടുന്ന സമയം ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണി തൊട്ട് ഒരു 9 മണിയുടെ ഇടയിൽ വോൾട്ടേജ് കുറഞ്ഞു പോകാം. ഏകദേശം ഒരു 180 വോൾട്ട് 170 വോൾട്ടിൻ്റെ അങ്ങനെ പല സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അപ്പോൾ ഞാനിവിടെ ഡയോഡ് 1 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡയോഡിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഡ്രോപ്പാണ് ഈ 1.4 വോൾട്ടേജ്. അതായത് ഒരേ സമയം 2 ഡയോഡുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ നമ്മുടെ ആ 2 ഡയോഡുകളുടെ ടോട്ടൽ ഡ്രോപ്പ് വോൾട്ടേജാണ് 1.4 വോൾട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിച്ചു നീട്ടിയൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ചുരുക്കി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുള്ളൂ. ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അതായത് ഫുൾ വേവ് റെക്റ്റിഫയറിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫായിരിക്കും നമുക്ക് ഫുൾ വേവ് റെക്റ്റിഫയർ ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഇത് കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഫിൽറ്റർ ആകുമ്പോൾ ഇതൊരു സ്റ്റഡി വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈ മേലിൽ വരച്ചിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ പീക്ക് വാല്യൂ എന്നത്. അതായത് ഇതിൻ്റെ പീക്ക് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 × 1.414 നമുക്ക്, അതായത് 16.968 അതാണ് ഇതിൽ കിട്ടുന്ന വാല്യൂ. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പീക്ക് വോൾട്ടേജാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഒരേ സമയം 2 ഡയോഡുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. 1.4 വോൾട്ടേജാണ് അതിൻ്റെ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ വോൾട്ടേജിൽ നിന്ന് 1.4 വോൾട്ടേജ് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15.568 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി നമുക്ക് വീട്ടിൽ കൂടിയ വോൾട്ടേജ് ഉണ്ടാവാം, ചിലപ്പോൾ കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ 2 കണ്ടീഷനും കൂടിയും നമുക്ക് ഈ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ വോൾട്ടേജ് 180 വോൾട്ടേജാണ് ഇപ്പോൾ കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാ ഒരു സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 230 ഡിവൈഡ് ബൈ 180 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 1.277. അപ്പോൾ ഇതേ വ്യത്യാസം തന്നെ നമുക്ക് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടായ നമുക്ക് 12 വോൾട്ടേജ് ആണെങ്കിൽ ആ 12 വോൾട്ടേജിലും ഈ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് അവിടെയും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 12 വോൾട്ട് ഡിവൈഡ് ബൈ 1.277
അപ്പോൾ 12 ഡിവൈഡ് ബൈ 1.277 ഈക്വൽ ടു 9.39 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇതേ വ്യത്യാസം തന്നെ നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകും. ഇപ്പോൾ കിട്ടിയ വാല്യൂ ഔട്ട്പുട്ട് നമുക്ക് ഒരു RMS ഔട്ട്പുട്ടാണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പീക്ക് വാല്യൂയും കൂടി നമുക്ക് കാണണം. അതിന് നമ്മൾ നേരത്തെ 1.414 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത പോലെ തന്നെ ഇതിനെയും മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 13.277 എന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ നമ്മുടെ ഡയോഡ് ഡ്രോപ്പ് വോൾട്ടേജ് കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ 13.277 മൈനസ് 1.4 വോൾട്ട് ഈക്വൽ ടു 11.87 ആണ് നമുക്ക് കിട്ടിയ അവസാന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് DC ഔട്ട്പുട്ട്, അതായത് 180 വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് 11.87. അതായത് നമുക്ക് 150 വോൾട്ടേജ് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ വോൾട്ടേജ് DC ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സപ്പോസ് നമുക്കൊരു ഇതിലേക്ക് ഒരു ലോഡ് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു 12 വോൾട്ട് 2 ആംപിയറേജ് ഉള്ള ഒരു ലോഡാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു 9 to 15 വോൾട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ ലോഡിന് വർക്ക് ചെയ്യാം, അതിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊരു ഡിസ്ക്രിപ്ഷൻ അതിലുണ്ടാവും. നമുക്കറിയാം, നമുക്ക് ഇതിലൊരു ഉപകരണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര വോൾട്ട് ടു ഇത്ര വോൾട്ടേജ് വരെയും അത് വർക്ക് ചെയ്യും. അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടി ഇതിൻ്റെ പീക്ക് വോൾട്ടേജ് 11.87 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു റിപ്പൽ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ അതാണ് ആ റിപ്പൽ വോൾട്ടേജിൻ്റെ സിമ്പിളായിട്ട് ഞാൻ വരച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഗ്രാഫായിട്ടാണ് വരയ്ക്കേണ്ടത്, ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ചെന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിപ്പൽ വോൾട്ടേജ്. അപ്പോൾ ആ റിപ്പൽ വോൾട്ടേജും കൂടി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 11.87 എന്നുള്ളത് ഞാനൊരു 12 അസ്യൂം ചെയ്യാണ്. എന്നിട്ട് 9 to 12 വോൾട്ടേജ്, അതായത് 3 വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 3 വോൾട്ടിന് പകരം 4 വോൾട്ടേജ് ഡിഫറൻസ് എടുത്താണ് കാട്ടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 9 to 15 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോഡ്, അതായത് 12 വോൾട്ട് 2 ആംപിയറേജിൻ്റെ ലോഡ്, അതിന് ഒരു 9 to 15 വോൾട്ടിൽ വർക്ക് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഞാനപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് 4 വോൾട്ടായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ 11.87 എന്നുള്ളത് ഒരു 12 വോൾട്ടേജ് അസ്യൂമായിട്ട് 9 to 12 3 വോൾട്ടേജാണ്, ഞാനിവിടെ 4 വോൾട്ടേജ് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ 4 വോൾട്ടേജ് എന്നാണ് ഇതിൻ്റെ റിപ്പൽ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് I/T ഡിവൈഡ് ബൈ VR. VR എന്ന് വെച്ചാൽ റിപ്പൽ വോൾട്ടേജ്, I കറണ്ട് 2 ആംപിയറേജ്, ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് 50 ഹെർട്സ് ആണ്. അപ്പോൾ ഈ 50 ഹെർട്സ് ഇതാണ് നമ്മുടെ AC ഗ്രാഫ്. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഗ്രാഫ്, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ടൈമായിട്ട് നമുക്ക് എടുക്കേണ്ടത്. ഇതൊരു 10 മില്ലി സെക്കൻഡാണ്, മറ്റേത് 50 ഹെർട്സ് പിന്നെ സെക്കൻഡ്. അപ്പോൾ ഇത് ഒരു 10 മില്ലി സെക്കൻഡ് ആണ്, അതായത് 10 × 10⁻³ അതായത് 1/100 എന്ന് എഴുതാം. അതായത് 0.01 ആണ് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ടൈം. അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. അപ്പോൾ ഈ 50 ഹെർട്സിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, 50 ഹെർട്സ് എന്നതായിരിക്കും. അതുകൊണ്ട് ഈ 0.01 എന്ന വാല്യൂ ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിതിൻ്റെ കപ്പാസിറ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ C = 2 × 0.01 ഡിവൈഡ് ബൈ 4. 4 ആണ് നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് ഡിഫറൻസ് ആയിട്ട് എടുത്തത്, അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 4 എന്ന് എടുക്കാൻ കാരണം. ശരിക്കും 3 ആയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിരുന്നത്, പക്ഷെ ഞാൻ 4 എടുത്തു പോയി. അപ്പോൾ = 0.005 ഫാരഡ്. അപ്പോൾ ഇത് ഫാരഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതിനെ മൈക്രോ ഫാരഡിൽ എഴുതണം. മൈക്രോ ഫാരഡിൽ എഴുതണമെങ്കിൽ ഒരു പണിയില്ല, 5000 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫാരഡിലുള്ള കപ്പാസിറ്റർ
നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് മൈക്രോ ഫാരഡ് ഉള്ള കപ്പാസിറ്ററുകളായിരിക്കും. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസിനൊക്കെ നമ്മൾ ടോളറൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കപ്പാസിറ്ററിനും ടോളറൻസ് ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്തത് 180 വോൾട്ടേജ് കിട്ടുന്ന സമയത്തുള്ള വാല്യൂ ആണ് നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇത് 250 വോൾട്ടേജിലും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമുക്ക് വീട്ടിൽ 250 വോൾട്ടേജ്, അതായത് കൂടുതലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 വോൾട്ടേജ് ഉള്ള സമയത്ത് എങ്ങനെയായിരിക്കും എന്നും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നേരത്തെ കുറഞ്ഞ വോൾട്ടേജിലായിരുന്നു. അപ്പോൾ അത് കിട്ടിയത് നമുക്ക് 5000 മൈക്രോ ഫാരഡ് ആയിരുന്നു. ഇനി നമുക്ക് 250 വോൾട്ടേജിൽ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ മുൻ ചെയ്ത സ്റ്റെപ്സ് പോലെ അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാം. 250 ഡിവൈഡ് ബൈ 230 വോൾട്ട്, അതായത് 1.08 വോൾട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിലും ഈ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 12 ഇൻറ്റു 1.08 ദാറ്റ് ഈസ് 12.96 വോൾട്ട്. നമുക്ക് ഇനി ഇതിൻ്റെ പീക്ക് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 12.96 ഇൻറ്റു 1.414 ആണ് അതിൻ്റെ പീക്ക് വോൾട്ടേജ്, അതായത് 18.32 വോൾട്ട്. അതാണ് നമുക്കിതിൻ്റെ പീക്ക് വോൾട്ടേജ്. ഇനി നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ പീക്ക് വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഡയോഡിൻ്റെ ഡ്രോപ്പ് വോൾട്ടേജ് ഒന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 18.32 മൈനസ് 1.4, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 16.92 വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് 16.92 വോൾട്ടേജ് ആണ് കിട്ടിയത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 25 വോൾട്ടേജിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് 25 വോൾട്ടേജിൻ്റെ കാരണം നമുക്ക് 25 വോൾട്ടേജിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് 16 വോൾട്ടേജിൻ്റെ കപ്പാസിറ്റർ കിട്ടും. പക്ഷേ അത് ഇതിൽ കണക്ട് ചെയ്യരുത്. കാരണം വോൾട്ടേജ് കൂടുതൽ ഉള്ള കപ്പാസിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല. നമ്മൾ മൈക്രോ ഫാരഡ് മാത്രമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വോൾട്ടേജും ശ്രദ്ധിക്കണം, പക്ഷേ നിങ്ങളൊരു 50 വോൾട്ടേജിൻ്റെ കൊടുത്താലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മിനിമം ആയിട്ട് കിട്ടിയതാണ് 5000 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മിനിമമാണ്. അപ്പോൾ നമുക്ക് ഇതിന് കൂടുതലുള്ളത് എന്തായാലും കണക്ട് ചെയ്യണം. കാരണം നമ്മുടെ വൈൻഡിങ്, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിലും അവിടെ ഇവിടെ ആയിട്ട് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു കൂടുതലും കുറവൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ 5000 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് എപ്പോഴും മിനിമമാണ്. അപ്പോൾ ഇതിന് കൂടുതലുള്ള കൊടുക്കണം. അപ്പോൾ 5000 മൈക്രോ ഫാരഡ് കഴിഞ്ഞാൽ പിന്നുള്ളത് ഒരു 6800 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ നമുക്ക് 6800 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ഈ കപ്പാസിറ്റർ ചൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കൊടുക്കണ ലോഡിനനുസരിച്ചാണ് നമ്മുടെ കപ്പാസിറ്റർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് മിനിമം 11.8687 വോൾട്ടേജാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. മിനിമം നമുക്ക് 5000 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററും ആണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതലുള്ള കപ്പാസിറ്റർ എന്തായാലും കണക്ട് ചെയ്യണം. കാരണം ഇത് മിനിമമാണ്. അപ്പോൾ നമ്മൾ 5000 മേലെ എന്തായാലും കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. പിന്നെ 6800 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണുള്ളത്. അത് കഴിഞ്ഞാൽ 8200 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10000 സംതിങ്ങിൻ്റെയാണ്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും.